ഹായ് ഓൾ, ഇന്ന് നമുക്ക് അടിപൊളി രുചിയിൽ ഓട്സും റാഗിപ്പൊടിയും കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഓട്സിലേക്ക് അല്പം ചൂടുവെള്ളവും, തിളച്ച വെള്ളം തന്നെ ആയിക്കോട്ടെ, തിളച്ച വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് വയ്ക്കണം. ഇങ്ങനെ കുഴച്ച് വെച്ച ഓട്സ് ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അതിനുശേഷം ഇത് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കണം. കട്ടകളെല്ലാം ഒന്ന് പോകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ സ്പൂൺ കൊണ്ട്, ഇതുപോലെ നമ്മൾ സൂപ്പൊക്കെ കുടിക്കുന്ന സ്പൂണ്, അതുകൊണ്ട് ഒരു 3 സ്പൂൺ റാഗിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. റാഗിപ്പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാടൊന്നും ആകരുത്, ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് കട്ടകളില്ലാതെ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഡയറ്റ് നോക്കുന്നവർക്ക് അടിപൊളി ഒരു ഡിന്നറായും ബ്രേക്ക്ഫാസ്റ്റായും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കറികളൊന്നും വേണ്ട. അല്പം ചൂടുവെള്ളമേ പാടുള്ളൂ. ഇനി ഇങ്ങനെ കുഴച്ചെടുത്ത പൊടിയിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ക്യാരറ്റ് ചീകിയത് ഇതിലേക്ക് ചേർക്കാം. ക്യാരറ്റ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാരറ്റ് ചേർത്താൽ നമുക്ക് കറിയോട് കൂടി പുട്ട് കഴിക്കുന്നതായിട്ടുള്ള ഒരു ഫീലുണ്ടാകും. ഹെൽത്തിയാണ്, അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ചീകിയത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ചീകിയത് ചേർക്കുമ്പോൾ അല്പം പോലും വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. ഒന്ന് മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിൽ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്ത് പുട്ടാക്കി ഇത് വേവിച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാത്ത അടിപൊളി സോഫ്റ്റായ അടിപൊളി പുട്ട് ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.